ഒരു 110-100 million അസറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, അതിനുള്ള വാല്യൂവേഷൻ കമ്പനിയിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫ്രെയിമിംഗ് ആണ്. നമ്മളെ സംബന്ധിച്ചുള്ള 10 കോടി രൂപയിലെ തിരി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? 40, 50, 60 അവിടെ ചിലപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കും. 100 കോടി രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു ലാൻഡ് മാർക്കാണ്, വലിയൊരു നെക്സ്റ്റ് ലെവലാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. ഒരു ബിസിനസ്സുകാരൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്താണെന്ന് ആൾക്കാരോട് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ എന്നോട് സിഇഒസ് ചോദിക്കാറുണ്ട്. ഞാനൊരു സിഇഒ എന്ന രീതിയിൽ ചില സിറ്റുവേഷനിൽ പോയിട്ട് എൻ്റെ പ്രോസ്പെക്റ്റിനോട് സംസാരിക്കുമ്പോൾ ആൾക്കാരെ ഊടുപാട് മേടിക്കുവാണ്, തെരുതെരാ വാങ്ങിക്കുവാണ്. പക്ഷെ എൻ്റെ സെയിൽസ് പേഴ്സൺ പോകുമ്പോൾ ആരും വാങ്ങിക്കുന്നില്ല. എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഈ 2 ചോദ്യങ്ങളുടെ ഉത്തരം ഒന്ന് തന്നെയാണ്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ബ്രെയിനും നിങ്ങളുടെ ബിസിനസ്സും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, അതിനെക്കുറിച്ചാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഈ ഷെയർ ചെയ്യുന്ന ഐഡിയകൾ നമ്മളുടെ തന്നെ കമ്പനികളെ 10 crore to 25 crore വാല്യുവേഷനിലും, അതുപോലെ തന്നെ നമ്മുടെ ക്ലയൻസിനെ 1000 കോടി തൊട്ട് മുകളിലേക്ക് വാല്യുവേഷനിൽ എത്താൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസ് ആൻഡ് ഐഡിയാസ് ആണ്. അപ്പം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നിങ്ങളെ സംബന്ധിച്ച് ഞാൻ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്, ഫ്രെയിം. അപ്പം എനിക്കിവിടെ ഒരു ജനലുണ്ട്. ആ ജനലിലൂടെ ഞാൻ ലോകത്തെ കാണുവാണ്. അതിനെയാണ് ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങളൊരു ബിസിനസ്സുകാരൻ എന്ന രീതിയിൽ, ഒരു സിഇഒ എന്ന രീതിയിൽ നിങ്ങൾക്കൊരു ഫ്രെയിം ഉണ്ട്. നിങ്ങൾ ലോകത്തെ നോക്കി കാണുന്ന രീതി, നിങ്ങളുടെ പ്രൊഡക്റ്റിനെ നിങ്ങൾ കാണുന്ന രീതി, നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾ കാണുന്ന രീതി, നിങ്ങൾ പ്രോസ്പെക്റ്റിനെ കാണുന്ന രീതി, നിങ്ങളെ തന്നെ നോക്കി കാണുന്ന രീതി, ഇതിൻ്റെ കളക്ഷനാണ് ഫ്രെയിം. ഫ്രെയിം ഓഫ് റെഫറൻസ്. അതായത് നിങ്ങളാകുന്ന ഹ്യൂമൻ ബീയിങ്ങിന് നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ യുണീക്ക് ആയതുപോലെ, നിങ്ങളുടെ കൃഷ്ണമണി യുണീക്ക് ആയതുപോലെ, നിങ്ങളുടെ ഫ്രെയിം യുണീക്കാണ്. നിങ്ങളുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള തമ്പ് ഇംപ്രഷനാണ് ഫ്രെയിം. അപ്പൊ ഈ ഫ്രെയിം എന്താണ്, അതിനെന്താണ് ഇത്ര പ്രാധാന്യം ഇരിക്കുന്നത്? കാരണം ഈ ഫ്രെയിമാണ് ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾ എങ്ങോട്ട് പോകും, എങ്ങോട്ട് പോകില്ല, എന്ത് സെല്ല് ചെയ്യും, എന്ത് സെല്ല് ചെയ്തില്ല, എവിടെ മാർക്കറ്റ് ചെയ്യും, എവിടെ മാർക്കറ്റ് ചെയ്യില്ല, എവിടെ വരെ ഗ്രോ ചെയ്യും, എവിടെ വരെ ഗ്രോ ചെയ്യില്ല. ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞേക്കുന്ന ആള് ഏർലി 80s ബാങ്ക്രപ്റ്റ് ആയിപ്പോയി. 80s അല്ലെങ്കിൽ 90s ആ ഒരു പീരീഡിൽ ബാങ്ക്രപ്റ്റ് ആയി. കംപ്ലീറ്റ് ആയിട്ട് ഒന്നുമില്ലാത്ത മനുഷ്യനായി മാറി. ബില്യനെയർ ആയിരുന്നു, ഒന്നുമില്ലാത്ത മനുഷ്യനായി മാറി. ആ സിറ്റുവേഷനിൽ നിന്ന് പുള്ളിക്കാരന് തിരിച്ചു വന്നപ്പം ഒരു ബില്യനെയർ ആയിട്ടാണ് തിരിച്ചു വന്നത്. സ്വാഭാവികമായിട്ട് ചിന്തിച്ചു നോക്കിയേ, ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം 3650 മറ്റോ ബില്യനേഴ്സേ ലോകത്തിലുള്ളൂ, $1 ബില്യൺ നെറ്റ്വർത്തുള്ള ആൾക്കാർ. അതിലൊരാളായിരുന്ന ഡൊണാൾഡ് ട്രംപ് ഒന്നുമില്ലാതായി പാപ്പരായി പോയ ശേഷം പുള്ളി തിരിച്ചു വന്നപ്പോൾ എന്തുകൊണ്ട് പുള്ളി ബില്യനെയർ തന്നെ ആയി? എന്തുകൊണ്ട് പുള്ളിക്ക് ഒരു മില്യനെയർ ആയാൽ പോരായിരുന്നോ? അല്ല ഒരു $10 മില്യൺ ഉള്ള ഒരു ഡെക്കാ മില്യനെയർ ആയ പോരായിരുന്നോ? അല്ല ഒരു സെഞ്ചുറി, ഒരു $100 മില്യൺ ഉള്ള ഒരാളായി മാറിയാൽ പോരായിരുന്നോ? എന്തുകൊണ്ട് പുള്ളി ബില്യനെയർ തന്നെ ആയി? അതിന് പിന്നിലെ സൈക്കോളജി എന്താണ്? ഫ്രെയിമിംഗ് ആണ്. ഫ്രെയിമിംഗ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനെ തന്നെ കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. മോസ്റ്റ് ആൾക്കാരും ബില്യനേഴ്സ് ആകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മോസ്റ്റ് ആൾക്കാർ അവിടെ എത്തണമെന്നുമില്ല. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഒരു 110-100 million അസറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, അതിനുള്ള വാല്യൂവേഷൻ കമ്പനിയിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫ്രെയിമിംഗ് ആണ്. ഈ വർക്ക് ബ്രെയിനിലാണ് ഹാപ്പൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞാണ് ബിസിനസ്സിൽ ഹാപ്പൻ ചെയ്യുന്നത്. ആദ്യം ബ്രെയിനിൽ, പിന്നെ ബിസിനസ്സിൽ. അപ്പം ഇത് ബ്രെയിനിൽ ഹാപ്പൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കുക. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ലെസ്സേ 1 ലക്ഷം രൂപ ഒരു മാസം ഉണ്ടാക്കിയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ 1 ലക്ഷം രൂപ ഉണ്ടാക്കുന്ന ആളാണ്. അതാണ് നിങ്ങളുടെ ഫ്രെയിം ഓഫ് റെഫറൻസ്. നിങ്ങളുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് 1 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കുന്ന ആളുടെ ആണെങ്കിൽ നിങ്ങൾ അവിടോട്ടാണ് തിരിച്ചെത്താൻ പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ എല്ലാ ഓർമ്മ നഷ്ടപ്പെട്ടു പോയിട്ട് നിങ്ങൾ തിരിച്ചു കിട്ടിയാൽ നിങ്ങൾ ആ 1 ലക്ഷം രൂപ മാസം ഉണ്ടാക്കുന്ന സിറ്റുവേഷനിലേക്കാണ് തിരിച്ചു പോകാൻ പോകുന്നത്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചോളം അത് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആയിരുന്നു. അതുകൊണ്ടാണ് പുള്ളി തിരിച്ചെത്തുന്നത്. ക്ലിയർ ആണോ? അപ്പം നമ്മളുടെ ഫ്രെയിമിനനുസരിച്ചാണ് ലോകത്തെ കാണുന്നത്. ഫോർ എക്സാമ്പിൾ, ബിൽഗേറ്റ്സിനോട് ഞാൻ എപ്പോഴും ക്ലാസിക്കായിട്ട് പറയാറൊരു എക്സാമ്പിളാണ്, നിങ്ങളും ബിൽഗേറ്റ്സും തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നു, വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആണ്. നിങ്ങൾ എന്നിട്ട് പറയുവാണ്, എനിക്ക് 1 കോടി രൂപയുടെ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ വലിയൊരു സ്വപ്നമാണ്. എന്നെ സംബന്ധിച്ചുള്ള ചെറുപ്പത്തിൽ ഞാൻ വളരെ ചെറിയ ലെവലിൽ നിന്ന് വന്ന ആളാണ്. 1 കോടി രൂപയുടെ ഒരു സ്വപ്നം ബിസിനസ് ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹമുണ്ട്. ബിൽഗേറ്റ്സിൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസിൽ നോക്കുമ്പോൾ 1 കോടി രൂപ, എന്താവേ
₹1 കോടി ബിസിനസ്സിന് വേണ്ടി ബിസിനസ് ചെയ്യുന്നത് എന്നാണ് ബിൽഗേറ്റ്സ് ചോദിക്കാൻ പോകുന്നത്. നീ ചുമ്മാ തമാശ പറയുന്നതാണോ, കളിയാക്കി പറയല്ലേ, കളി പറയല്ലോ കേട്ടോ എന്നായിരിക്കും ബിൽഗേറ്റ്സ് ഓക്കെ എന്നാണ് പുള്ളി പറയാൻ പോകുന്നത്. കാരണം പുള്ളിക്കാരനെ സംബന്ധിച്ചോളം ഒരു പോസിബിളി ഒരു $100 എങ്കിലും $100 എങ്കിലും വാല്യൂ ഇല്ലാത്തൊരു ബിസിനസ് പുള്ളിയെ സംബന്ധിച്ചോളം ഒരു കളിതമാശയായിട്ടാണ് പുള്ളി കാണാൻ പോകുന്നത്. ഇതാണ് ഫ്രെയിമിന്റെ ഡിഫറൻസ്. അപ്പൊ ഫ്രെയിം എന്താണ് എന്ന് ക്ലിയർ ആണോ? നിങ്ങളുടെ വിശ്വാസങ്ങളുടെ കളക്ഷനാണ്. എന്തിനെക്കുറിച്ചുള്ള വിശ്വാസത്തിന്റെ കളക്ഷനാണ്? നിങ്ങളെക്കുറിച്ചുള്ള വിശ്വാസത്തിന്റെ കളക്ഷൻ, നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള വിശ്വാസത്തിന്റെ കളക്ഷൻ, നിങ്ങളുടെ ബിസിനസിനെ കുറിച്ചുള്ള വിശ്വാസത്തിന്റെ കളക്ഷൻ, നിങ്ങൾക്ക് സെയിൽസിനെ കുറിച്ച് അല്ലെങ്കിൽ ബിസിനസ് സ്ട്രാറ്റജികളെ കുറിച്ച്, ടാക്ടിക്സിനെ കുറിച്ചുള്ള വിശ്വാസത്തിന്റെ കളക്ഷൻ. ഈ കളക്ഷൻ എല്ലാം ചേർന്ന് നിങ്ങളുടെ ഫ്രെയിം ഉണ്ടാവുകയാണ്. അപ്പൊ നിങ്ങളെ തന്നെ ഈ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് ആൾക്കാരെ കാണുമ്പോൾ, സ്റ്റാർട്ടിങ്ങിലുള്ള ബിസിനസ് ഉള്ള ആൾക്കാരെ 35 ലക്ഷം 40 ലക്ഷം രൂപയുടെ ബിസിനസ്സുകാരെ ഞാൻ ഡീൽ ചെയ്യും. ഏർലി കാലഘട്ടങ്ങളിൽ അവരുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അവർ ₹1 കോടി എത്തുന്നത് ഫാസിനേറ്റിംഗ് ആയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ 3 മാസം 6 മാസം കൊണ്ടൊക്കെ അവർ ആ ഒരു ലെവൽ ഗ്രോത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അവർ ഒരു കോടി ചിലപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കും. 1 കോടി അവിടെ വരെ നമുക്ക് പറ്റുള്ളൂ, കാരണം അവരുടെ ഫ്രെയിം അവിടെ വരെ വളർന്നിട്ടുള്ളൂ, ഫ്രെയിം വലുതായിട്ടില്ല. ഓക്കെ, അവിടുന്ന് ₹10 കോടി എത്തിക്കഴിഞ്ഞാൽ ആ ₹10 കോടി എത്തിക്കഴിയുമ്പോൾ അവർ സ്റ്റക്കാണ്. നമ്മളെ സംബന്ധിച്ചുള്ള ₹10 കോടി എത്തി ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? 40, 50, 60 അവിടെ ചിലപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കും. ₹100 എന്ന് പറഞ്ഞാൽ വലിയൊരു ലാൻഡ്മാർക്കാണ്, വലിയൊരു നെക്സ്റ്റ് ലെവലാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. നിങ്ങളുടെ ഫ്രെയിം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബിസിനസ് വളരും. അപ്പോൾ നിങ്ങൾ പറയും, ഓ ഫ്രെയിം എക്സ്പാൻഡ് ചെയ്താൽ മാത്രം മതിയോ ബിസിനസ് വളരാൻ? തീർച്ചയായിട്ടും പോരാ. നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന് വാല്യൂ ഉണ്ടാകണം, വാല്യൂബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം, ആ വാല്യൂബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റിനുള്ള മാർക്കറ്റ് ഉണ്ടാകണം, അല്ലെ? അതായത് എന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എത്ര വാല്യൂബിൾ ആയ പ്രൊഡക്റ്റ് ആണെങ്കിലും മാർക്കറ്റ് ഇല്ലെങ്കിൽ വാല്യൂ ഇല്ല, അല്ലെ? അല്ലാത്തവർക്ക് വാല്യൂ ഇല്ല. ഇനി മാർക്കറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഈ വാല്യൂബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റിന്, വാല്യൂബിൾ ആയിട്ട് നിങ്ങൾ കൊടുക്കുന്ന മെഷീൻ, നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന സാധനം, അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് അല്ലെ പ്രൊഡക്റ്റ് മറ്റാൾക്കാർക്ക് കൊടുക്കാൻ മാർക്കറ്റ് ഉണ്ടാകണം. ആ മാർക്കറ്റിലെ പെർസെപ്ഷൻ ഓഫ് വാല്യൂ ഉണ്ടാക്കാൻ അറിയണം. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യണം, അവരുടെ ബ്രെയിനിലേക്ക് നിങ്ങൾ കൺവേ ചെയ്യണം എന്താണ് പെർസെപ്ഷൻ ഓഫ് വാല്യൂ. കൺവേ ചെയ്യണം. എങ്ങനെ കൺവേ ചെയ്യണം? നിങ്ങളുടെ മാർക്കറ്റിംഗ് മെത്തഡോളജികളിലൂടെ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാല്യൂബിൾ ആണ്. അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്ത് നോക്കാം. ഈ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ബിസിനസ്സിന് തുടക്കമായി. പിന്നെ കുറേ സ്റ്റെപ്പുകളുണ്ട് ബിസിനസ്സിൽ മാസീവായിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരൊറ്റ പോയിന്റിലാണ്, നിങ്ങളെ സംബന്ധിച്ചോളം ഫ്രെയിമിലാണ്. അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ ചോദ്യം ഒരു സിഇഒനോട് ചോദിക്കുവാണ്, ഞാൻ ചെല്ലുമ്പോൾ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ എല്ലാവരും എഗ്രി ചെയ്യുന്നുണ്ട്, എല്ലാവരും എൻ്റെ ബൈ ചെയ്യാൻ റെഡിയാണ്. പക്ഷെ എന്തുകൊണ്ട് എൻ്റെ സെയിൽസ് പേഴ്സൺ ഇന്ന് ബൈ ചെയ്യുന്നില്ല? കാരണം നിങ്ങൾ പറയുന്ന എക്സാക്ട് സെന്റൻസ് എക്സാക്ട്ലി അതുപോലെ തന്നെ ആള് പറഞ്ഞാലും നിങ്ങളുടെ ഫ്രെയിം അവിടെ കൺവേഡ് ആകുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഈ പറഞ്ഞതിൽ ചാർലി ചാപ്ലിൻ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതുപോലെ കൈയും കാലും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾ നടക്കുന്നതായിട്ട് കാണിച്ചാൽ ആൾക്കാർ ചിരിക്കണമെന്നില്ല. ഇയൊക്കെ എന്ത് പറ്റിയെന്നായിരിക്കും ചിലപ്പോൾ ആലോചിക്കുന്നത്. കാരണം എന്താണ്? ഫ്രെയിമില്ല. മോഹൻലാൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കോപ്പി ചെയ്തിട്ട് നല്ലൊരു ആക്ടർ ആകാൻ വേണ്ടി നോക്കി, മോഹൻലാൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കോപ്പി ചെയ്തു, എക്സാക്ട്ലി കോപ്പി ചെയ്തു, അതേ സീക്വൻസിൽ കോപ്പി ചെയ്താലും മോഹൻലാലിന്റെ ഫ്രെയിം അല്ലെങ്കിൽ സർട്ടനിറ്റി, ഉറപ്പ്, മോഹൻലാലിനെ കുറിച്ചുള്ള ഉറപ്പ് ആ ഇതിൽ ആക്ടിങ്ങിൽ കൺവേഡ് ആകില്ല. അതുകൊണ്ട് നാച്ചുറലി കോപ്പി ആകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിതത്തിൽ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിന് ഫ്രെയിമിലേക്ക് ആങ്കർ ചെയ്യണം. നിങ്ങളുടെ ബ്രെയിൻ ഫ്രെയിമിലേക്ക് ആങ്കർ ചെയ്യണം. ഈ പുതിയ ഫ്രെയിം, വളരുന്ന ഫ്രെയിമിലേക്ക് നിങ്ങളായിട്ട് മാറണം. നിങ്ങൾ മറ്റൊരാളുടെ ഫോട്ടോ കോപ്പി ആയി മാറരുത്. നിങ്ങളുടെ തല കൊണ്ടുപോയി ഫോട്ടോ കോപ്പി മെഷീൻ വെച്ചിട്ട് തല ഇങ്ങനെ അടച്ചിട്ട് ഫോട്ടോ കോപ്പി, വേറൊരാളുടെ ഫോട്ടോ കോപ്പി എടുക്കാൻ നോക്കിയാൽ റിയാലിറ്റിയിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നോൺ ഫ്രെയിമിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളല്ലാതായി മാറുവാണ്. നിങ്ങളല്ലാതായി മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സോളിന്റെ ഡയറക്ഷനിലല്ല നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ ബോഡിയും മൈൻഡും അലൈൻമെന്റിലല്ല, വേറെ ആളുമായിട്ട് അലൈൻമെന്റ് അയക്കുന്നത്. വേറൊരു വ്യക്തിയാകാനായിട്ട് നിങ്ങൾ പ്രിറ്റൻഡ് ചെയ്യുവാണ്, വേറൊരു വ്യക്തിയാകാനായിട്ട് നിങ്ങൾ മാറാൻ നോക്കുവാണ്. പലപ്പോഴും നമ്മുടെ സെൽഫിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ വേറൊരു വ്യക്തിയാക്കാൻ നോക്കുന്നത്. മറ്റൊരു വ്യക്തിയായിട്ട് അഭിനയിക്കുവാണ്, മറ്റൊരു വ്യക്തിയായിട്ട് ജീവിക്കുവാണ്. അപ്പൊ ആ വ്യക്തിക്ക് അത് കറക്റ്റാണ്. അവരത് ഓൾറെഡി ആ പൊസിഷൻ ഓൾറെഡി ടേക്കനാണ്. അതാണ് അവരുടെ ജോലി. ഷാരൂഖ് ഖാൻ ഓൾറെഡി ടേക്കനാണ്, മോഹൻലാൽ ഓൾറെഡി ടേക്കനാണ്, അംബാനി ഓൾറെഡി ടേക്കനാണ്, രത്തൻ ടാറ്റ ഓൾറെഡി ടേക്കനാണ്. നിങ്ങളാണ് ടേക്കൺ അല്ലാത്ത ആള്. നിങ്ങൾ നിങ്ങളുടെ ഫ്രെയിമിനെ ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ ഫ്രെയിമിനെ നിങ്ങൾ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടാവും. അസ്യൂമിങ് ദാറ്റ് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ വാല്യൂ കൊടുക്കുന്നു, നിങ്ങൾ വാല്യൂബിൾ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ് ആണ്,
നിങ്ങൾ വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, വാല്യൂ പെർസീവ്ഡ് വാല്യൂ മറ്റാരുടെ മനസ്സിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. അത് മാത്രമല്ല, അതിനൊരു മാർക്കറ്റുണ്ട്, നിങ്ങൾക്ക് ഇത് സെല് ചെയ്യാൻ അറിയാം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം ഇനീഷ്യൽ ലെവലിൽ ഗ്രോത്ത് ഉള്ള ഒരു ബിസിനസ് ഉണ്ട്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചോളം കുറേ കാര്യങ്ങളോട് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ബിസിനസ് വലിയ നെക്സ്റ്റ് ലെവലിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ നിങ്ങൾക്ക് അത് ഓൾറെഡി അറിയാമെന്നുണ്ടെങ്കിൽ, ടീം ബിൽഡ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ, സ്കെയിൽ ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ, മാർജിൻ മാനേജ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ, ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ, ബിസിനസ് ഗ്രോ ചെയ്യാനും ഈ പറഞ്ഞ ടൈപ്സ് ഉണ്ടാക്കാനും പാർട്ണർഷിപ്സ് ഉണ്ടാക്കാനും ടീമിനെ ഹയർ ചെയ്യാനായിട്ടും ഫയർ ചെയ്യാനായിട്ടും ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് മാസീവായിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് പോവാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് ഫ്രെയിം ഉണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് സക്സസ്ഫുൾ ആകുമോ എന്നെനിക്ക് ഒരു ഉറപ്പുമില്ല. പക്ഷേ ഫ്രെയിം ഇല്ലെങ്കിൽ നിങ്ങൾ ഫെയിൽ ആകാനുള്ള പ്രോബിലിറ്റി സിഗ്നിഫിക്കൻ്റ്ലി ഹയർ ആണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ബിസിനസ്സുകാരല്ലാത്തവർക്ക് ഇതുപോലെ ഫ്രെയിം ഉണ്ടായിരുന്നു. മഹാത്മാഗാന്ധി, മാർട്ടിൻ ലൂതർ കിങ്, എബ്രഹാം ലിങ്കൻ, ഇതെല്ലാം ഫ്രെയിമുകളാണ്. ഫ്രെയിമുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ലോകത്തിൽ, അവരുടെ വേൾഡിൽ നിന്ന് അവർ ലോകത്തെ കാണുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ്. ആ ഡിഫറൻസോടുകൂടെ നിങ്ങൾ ലോകത്തെ എങ്ങനെ കാണുന്നു, നിങ്ങൾ ലോകത്തെ എങ്ങനെ കാണുന്നു, ആ കാണുന്ന നിങ്ങളുടെ തമ്പ് ഇംപ്രഷനാണ് നിങ്ങളുടെ ഫ്രെയിം. ഈ ഫ്രെയിം നിങ്ങൾ മാസ്റ്റർ ചെയ്ത ലൈഫ് നിങ്ങൾ മാസ്റ്റർ ചെയ്തു. നിങ്ങളാകുന്ന ഒരാളെ മാത്രമേ ക്ലെയിം ചെയ്യപ്പെടാതിരിക്കുന്ന ലോകത്തിലുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഫ്രെയിമിനെ ക്ലെയിം ചെയ്യുക, നിങ്ങളിൽ ബിലീഫ് ഉണ്ടാക്കുക, നിങ്ങളുടെ പ്രൊഡക്റ്റ് ബിലീഫ് ഉണ്ടാക്കുക, നിങ്ങളുടെ കമ്പനി ബിലീഫ് ഉണ്ടാക്കുക, സെല്ലിങ് അല്ലെങ്കിൽ ടാക്ടിക്സ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടാക്ടിക്സ് ആൻഡ് സ്ട്രാറ്റജീസിൽ നിങ്ങൾക്ക് ബിലീഫ് ഉണ്ടാക്കുക. സോ ദാറ്റ് നിങ്ങളുടെ ബിസിനസ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വാല്യൂയിലേക്ക്, സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അസറ്റ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാനുണ്ടാകട്ടെ. നെക്സ്റ്റ് ടൈം വീണ്ടും കാണാം.